ഓക്കെ, നമ്മളിന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2023 ജനുവരി മാസം ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെന്ന് പറയുമ്പോൾ ആ ക്ലാസ് കേട്ടവർക്ക് ഇത് നല്ല റിവിഷൻ ആയിരിക്കും. വീണ്ടും വീണ്ടും എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. പത്മ പുരസ്കാരങ്ങൾ 2023. 106 പേർക്ക് ഈ വർഷത്തെ പത്മ പുരസ്കാരം ലഭിച്ചു. 106 പേർക്കാണ് ഈ വർഷത്തെ പത്മ പുരസ്കാരം ലഭിച്ചത്. പത്മവിഭൂഷൺ 6 പേർക്ക്, പത്മഭൂഷൺ 9 പേർക്ക്, 4 മലയാളികൾ ഉൾപ്പെടെ പത്മശ്രീ 91 പേർക്ക്. പത്മശ്രീ 91 പേർക്കാണ് കിട്ടിയത്. അതിൽ 4 മലയാളികളുണ്ട്. ആ 4 മലയാളികൾ നമ്മൾ പഠിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. പത്മഭൂഷൺ കിട്ടിയത് 9 പേർക്ക്. പത്മവിഭൂഷൺ ആണെങ്കിൽ 6 പേർക്ക്. 106 പേർക്ക് ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചു. ആദ്യം പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ 6 ആൾക്കാണ് കിട്ടിയെന്ന് പറഞ്ഞു. ബാലകൃഷ്ണ ദോഷി പത്മവിഭൂഷൺ ആണ് പറയുന്നത്. 6 പേർക്കാണ് കിട്ടിയത്. ബാലകൃഷ്ണ ദോഷി വാസ്തുശില്പി. മുലായം സിംഗ് യാദവ് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയാണ്. മുലായം സിംഗ് യാദവ് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയാണ്. എസ്.എം. കൃഷ്ണ കർണാടക മുൻ മുഖ്യമന്ത്രിയാണ്. എസ്.എം. കൃഷ്ണ കർണാടക മുൻ മുഖ്യമന്ത്രിയാണ്. സക്കീർ ഹുസൈൻ തബല വാദകനാണ്. ദിലീപ് മഹലനോബിസ് ORSൻ്റെ പ്രയോക്താവാണ്. ശ്രീനിവാസ് വരദൻ ശാസ്ത്രജ്ഞനാണ്. അങ്ങനെ 6 പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത്. പേരുകൾ ഒന്നുകൂടെ വായിക്കുന്നു. ബാലകൃഷ്ണ ദോഷി വാസ്തുശില്പി, മുലായം സിംഗ് യാദവ് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി, എസ്.എം. കൃഷ്ണ കർണാടക മുൻ മുഖ്യമന്ത്രി, സാക്കിർ ഹുസൈൻ തബല വാദകൻ, ദിലീപ് മഹൽനോബിസ് ORSൻ്റെ പ്രയോക്താവ്, ശ്രീനിവാസ് വരദൻ ശാസ്ത്രജ്ഞൻ. പത്മവിഭൂഷൺ ജേതാക്കൾ 9 പേരുണ്ടെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട 3 പേരുകൾ വായിക്കുന്നു. സുധാമൂർത്തി സാമൂഹിക പ്രവർത്തകയാണ്, എഴുത്തുകാരിയാണ്. പത്മഭൂഷണാണ് പറയുന്നത്. പത്മഭൂഷണും വിഭൂഷണും മാറിപ്പോകാൻ വേണ്ടി പാടില്ല. പത്മവിഭൂഷൺ ആണെങ്കിൽ 6 പേർക്ക്, പത്മഭൂഷൺ ആണെങ്കിൽ 9 പേർക്ക്. പത്മഭൂഷണാണ് വായിക്കുന്നത്. സുധാമൂർത്തി സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമാണ്. വാണി ജയറാം ഗായിക. കുമാരമംഗലം ബിർള വ്യവസായിയാണ്. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ച ഓർത്തിരിക്കേണ്ട 3 പേരുകളാണ് പറഞ്ഞത്. സുധാമൂർത്തി, വാണി ജയറാം, കുമാരമംഗലം ബിർള. വേണമെങ്കിൽ ഓർത്തിരിക്കാൻ ജയറാമും ബിർളയും കൂടി സുധ എന്ന് പറഞ്ഞ മീനുണ്ടല്ലോ, സുധ വാങ്ങാൻ പോയി എന്ന് ഓർത്ത് വെച്ചാൽ ഈ 3 പേരെ ഓർത്തിരിക്കാം. പത്മഭൂഷണാണ് എന്ന് ഓർത്തിരിക്കണം. ജയറാമും ബിർളയും കൂടി സുധ വാങ്ങാൻ പോയി എന്ന് ഓർത്താൽ സുധാമൂർത്തി, വാണി ജയറാം, കുമാരമംഗലം ബിർള കിട്ടും. പത്മഭൂഷൺ. പത്മശ്രീ ജേതാക്കൾ നമ്മൾ പറഞ്ഞു. മൊത്തം 91 പേർക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. അതിൽ 4 മലയാളികളുണ്ട്. 4 മലയാളികളുടെ പേര് എന്തായാലും പഠിച്ചിരിക്കണം. VP അപ്പുക്കുട്ടൻ പൊതുവാൾ. ചെറുവയൽ രാമൻ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനാണ് ചെറുവയൽ രാമൻ. CA ഐസക് ചരിത്രകാരൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ, അങ്ങനെയാണ് അയാളുടെ മേഖലയിൽ പോകുന്നത്. CA ഐസക്. SRD പ്രസാദ് കളരിപ്പയറ്റ് ആചാര്യനാണ്. അപ്പോൾ പത്മശ്രീ ലഭിച്ച മലയാളികൾ എന്തായാലും പഠിച്ചിരിക്കുക. VP അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, CA ഐസക്, SRD പ്രസാദ്. അതിനും വേണമെങ്കിൽ ഒരു കോഡ് പറയുന്നുണ്ട്. അപ്പുക്കുട്ടനും പ്രസാദും വയലിൽ ഐസ് എറിഞ്ഞ് കളിച്ചു എന്നാലോചിച്ച് കഴിഞ്ഞാൽ ഈ 4 പേര് നമുക്ക് കിട്ടും. അപ്പുക്കുട്ടനും പ്രസാദും, VP അപ്പുക്കുട്ടൻ, SRD പ്രസാദ്. വയലിൽ ഐസ് എറിഞ്ഞ് കളിച്ചു, ചെറുവയൽ രാമൻ, CI ഐസക്. അങ്ങനെ നമുക്ക് പത്മശ്രീ ലഭിച്ച 4 മലയാളികളെ ഓർത്തു വെക്കാം. പത്മശ്രീ ലഭിച്ച മറ്റ് 2 പ്രമുഖരുടെ പേര് പറയുന്നത് MM കീരവാണി സംഗീത സംവിധായകനാണ്. രവീണ ടണ്ടൻ ചലച്ചിത്ര താരമാണ്. MM കീരവാണി ഓർക്കുക, രവീണ ടണ്ടൻ എന്ന പേരും ഓർക്കുക. പത്മശ്രീ ലഭിച്ച 4
മലയാളികളെ കൂടാതെയുള്ള 2 പേരുടെ പേരാണ് പറഞ്ഞത്. M കീരവാണി, രവീണ ടണ്ടൻ. ഓക്കെ. കായികം. അണ്ടർ-19 വനിതാ T20 ലോകകപ്പ്. പ്രഥമ അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. പ്രഥമ അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ വനിതകളുടെ ആദ്യ കിരീടമാണ് പ്രഥമ അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ നേടിയിരിക്കുന്നത്. ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ വനിതകളുടെ ആദ്യ കിരീടം. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ ആണ് തോൽപ്പിച്ചത്. ഫൈനലിലെ താരം ടിറ്റാസ് സദ്ദു ആണ് ഫൈനലിലെ താരം. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ഷഫാലി വർമ്മ. ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് നുഷീൻ അൽ ഗദ്ദിറാണ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ച്. റിസർവ് ടീമിൻ്റെ ഭാഗമായിരുന്ന മലയാളി വനിതാ ക്രിക്കറ്റ് താരമാണ് CMC നജ്ല. പ്രഥമ അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് വേദിയായത് ദക്ഷിണാഫ്രിക്ക. ഇപ്പം നമ്മൾ അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനും ആൻസറും മാത്രമല്ല, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഇപ്പോൾ ഇതിൽ കിട്ടിയിട്ടുണ്ട്. പ്രഥമ ജേതാക്കൾ ഇന്ത്യയാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ വനിതകളുടെ ആദ്യ കിരീടമാണെന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചതെന്ന് പറഞ്ഞു. ഫൈനലിലെ താരം ടിറ്റാസ് സദ്ദു. ടൂർണമെൻറ്റിൻ്റെ താരം ഗ്രേസ് ഷ്രവൻസ് ഇംഗ്ലണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ഷഫാലി വർമ്മയാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് നുഷീൻ അൽ ഗദ്ദിർ ആണെന്ന് പറഞ്ഞു. പ്രഥമ അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്ക എന്ന് പറഞ്ഞു. നമ്മളെന്തോ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് മനസ്സിൽ നിൽക്കും. ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ICC അവാർഡ് 2022. മെൻ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ, മെൻ ODI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ബാബർ അസം. മെൻ ODI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ബാബർ അസമാണ്. വുമൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ, വുമൺ ODI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ നാറ്റ് സ്കീവർ ഇംഗ്ലണ്ടാണ്. ബാബർ അസം പാകിസ്ഥാനാണ്. ICC അവാർഡ് 2022 പറയുന്നത്. മെൻ എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ മാർക്കോ ജാൻസൺ ആണ് മെൻ എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ. മെൻ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ബെൻ സ്റ്റോക്സ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023. ടെന്നീസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ് നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ് നൊവാക് ജോക്കോവിച്ച്. 10ാം ഓസ്ട്രേലിയൻ കിരീടമാണ് നൊവാക് ജോക്കോവിച്ചിന് കിട്ടുന്നത്. 22 ഗ്രാൻഡ് സ്ലാം കിരീടവും ലഭിച്ചിട്ടുണ്ട്. 10ാം ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടമാണ് നൊവാക് ജോക്കോവിച്ചിന് കിട്ടുന്നത്. 22ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ആര്യാന സബലങ്ക. പുരുഷ സിംഗിൾസ് ജേതാവ് നൊവാക് ജോക്കോവിച്ച്, വനിതാ സിംഗിൾസ് ജേതാവ് ആര്യാന സബലങ്ക. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ നിഷ്പക്ഷ അത്ലറ്റാണ് ആര്യാന സബലങ്ക. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ നിഷ്പക്ഷ അത്ലറ്റാണ് ആര്യാന സബലങ്ക. ബെലാറൂസ് താരമാണ് ആര്യാന സബലങ്ക എങ്കിലും ബെലാറൂസ് പതാകയ്ക്ക് വിലക്കുള്ളതിനാലാണ് അവർ നിഷ്പക്ഷ പതാകയ്ക്ക് കീഴിൽ കളിച്ചത്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ ഫൈനലിൽ റണ്ണേഴ്സ് അപ്പ് ആയത് സാനിയ മിർസ, രോഹൺ ബൊപ്പണ്ണ സഖ്യം. 2023 ഓപ്പൺ മിക്സഡ് ഡബിൾസ് ഫൈനലിൽ റണ്ണേഴ്സ് അപ്പ് ആയ സാനിയ മിർസയും രോഹൺ ബൊപ്പണ്ണയുമാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പണിനെ കുറിച്ചാണ് പറയുന്നത്. 2023 വേൾഡ് കപ്പ് ഹോക്കിക്ക് വേദിയായത് ഒഡീഷയിലാണ്. 2023 വേൾഡ് ഹോക്കിക്ക് വേദിയായത് ഒഡീഷയിലാണ്. ബിർസ മുണ്ട സ്റ്റേഡിയത്തിലാണ് നടന്നത്. 2023 ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ഒലിയാണ്. ഭാഗ്യചിഹ്നം ചോദിക്കാറുണ്ട്. ഒലി. 2023 ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ഒലി. ഹോക്കി ലോകകപ്പ് 2023 ജേതാക്കൾ ജർമ്മനിയാണ്. ഫൈനലിൽ ബെൽജിയത്തെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ
2023 ഹോക്കി ലോകകപ്പ് വേദി ഒഡീഷ, ഭാഗ്യചിഹ്നമൊലി. ജേതാക്കൾ ജർമ്മനി, ബെൽജിയത്തെയാണ് ഫൈനൽ തോൽപ്പിച്ചത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ 2022 മികച്ച പുരുഷ താരത്തിനുള്ള അലൻ ബോർഡർ മെഡൽ നേടിയ ക്രിക്കറ്റ് താരമാണ് സ്റ്റീവ് സ്മിത്ത്. നമ്മളിപ്പോൾ 2022, 2023, 2021 കറണ്ട് അഫെയർ നല്ലപോലെ വായിച്ചിട്ടുണ്ടാവണം. എന്നാലേ ഇപ്പോൾ വരുന്ന പരീക്ഷക്കെല്ലാം നമുക്ക് ഉത്തരം നമുക്ക് കറുപ്പിക്കൊണ്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് ചോദ്യം വരുന്നത്. മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബെത്ത് മ്യൂണിക്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് 2022 മികച്ച പുരുഷ താരത്തിനുള്ള അലൻ ബോർഡർ മെഡൽ നേടിയത് സ്റ്റീവ് സ്മിത്ത്. മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബെത്ത് മ്യൂണിക്. മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബെത്ത് മ്യൂണിക്. 2023 ജനുവരിയിൽ രാജിവെച്ച ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകനാണ് ഗ്രഹാം റീഡ്. 2023 ജനുവരിയിൽ രാജിവെച്ച ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ഗ്രഹാം റീഡാണ്. ഓക്കെ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സിൽ 1000 റൺസ് തികച്ച ഇന്ത്യൻ താരം എന്ന റെക്കോർഡിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. 19 ഇന്നിങ്സിലാണ് 1000 റൺസ് തികച്ചത്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സിൽ 1000 റൺ തികച്ച ഇന്ത്യൻ താരം എന്ന റെക്കോർഡിന് അർഹനായത് ശുഭ്മാൻ ഗില്ല്. 19 ഇന്നിങ്സിലാണ്. പാകിസ്ഥാൻ താരം ഫഖർ സമാൻ 18 ഇന്നിങ്സിൽ 1000 കടന്നാണ് അന്താരാഷ്ട്ര റെക്കോർഡ് നേടിയിട്ടുള്ളത്. അന്താരാഷ്ട്ര റെക്കോർഡിൽ ഗില്ല് ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. അപ്പോൾ 1ാം സ്ഥാനം പാകിസ്ഥാൻ താരം ഫഖർ സമാനാണ്. 18 ഇന്നിങ്സിൽ 1000 കടന്നാണ് അന്താരാഷ്ട്ര റെക്കോർഡ് ഇട്ടത്. അന്താരാഷ്ട്ര റെക്കോർഡിൽ ഗില്ല് അപ്പോൾ ശുഭ്മാൻ ഗില്ല് 2ാം സ്ഥാനത്താണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ കളിക്കാരൻ എന്ന റെക്കോർഡിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് പുരുഷ കളിക്കാരൻ എന്ന റെക്കോർഡിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. ഡബിൾ സെഞ്ചുറി നേടുന്ന 5ാമത്തെ ഇന്ത്യൻ കളിക്കാരൻ ആണ് ശുഭ്മാൻ ഗില്ല്. ഡബിൾ സെഞ്ചുറി നേടുന്ന 5ാമത്തെ ഇന്ത്യൻ കളിക്കാരനാണ് ശുഭ്മാൻ ഗില്ല്. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2023 സിംഗിൾസിൽ മത്സരങ്ങളിലെ ജേതാക്കളെന്ന് പറയാൻ വേണ്ടി പോകുന്നത് പുരുഷ സിംഗിൾസ് ജേതാവ് കുൻലാവുട്ട് വിറ്റിറ്റ്സാൻ. വനിതാ സിംഗിൾസ് ജേതാവ് ആൻ സെയോങ്. സൗത്ത് കൊറിയ എന്നുള്ള ആളാണ് ആൻ സെയോങ്. പറഞ്ഞത് 2023 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് സിംഗിൾസ് മത്സരങ്ങളിലെ ജേതാക്കളാണ് പുരുഷ സിംഗിൾസ് ജേതാവ് കുൻലാവുട്ട് വിറ്റിറ്റ്സാൻ, വനിതാ സിംഗിൾസ് ജേതാവ് ആൻ സെയോങ്, സൗത്ത് കൊറിയ. അറേബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ 2022 പുരസ്കാരത്തിന് അർഹനായത് അഷറഫ് ഹക്കീമിയാണ് അറേബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ 2022 പുരസ്കാരത്തിന് അർഹനായത് അഷറഫ് ഹക്കീമി. 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന സംസ്ഥാനം കേരളമാണ്. 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന സംസ്ഥാനം കേരളമാണ്. 2023 ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഏകദിന ബൗളിംഗ് റാങ്കിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം മുഹമ്മദ് സിറാജ്. 2023 ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഏകദിന ബൗളിംഗ് റാങ്കിൽ 1ാമതെത്തിയ ഇന്ത്യൻ താരം മുഹമ്മദ് സിറാജ് ആണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി അമേരിക്ക തന്നെയാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി അമേരിക്ക. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാവുന്നത് ഭോപ്പാലാണ്. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാവുന്നത് ഭോപ്പാലാണ്. ഭോപ്പാൽ, മധ്യപ്രദേശ്. 2023 ജനുവരിയിൽ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ താരം സാനിയ മിർസ. 2023 ടെന്നീസിൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ താരം സാനിയ മിർസയാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന 2ാമത്തെ വ്യക്തിഗത സ്കോർ നേടിയ താരം പൃഥ്വി ഷായാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന 2ാമത്തെ വ്യക്തിഗത സ്കോർ നേടിയ താരം. ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് വിരാട് കോഹ്ലിയാണ്. ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് വിരാട് കോഹ്ലിയാണ്. 20 സെഞ്ചുറി നേടിയ സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡാണ് മറികടന്നത്. ഏകദിന ക്രിക്കറ്റിൽ റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയ ക്രിക്കറ്റ് ടീം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്.
ഏകദിന ക്രിക്കറ്റിൽ റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയ ക്രിക്കറ്റ് ടീമെന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്. ഏകദിന ക്രിക്കറ്റിൽ റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയ ക്രിക്കറ്റ് ടീം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ 317 റൺസിന് തോൽപ്പിച്ചാണ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ 317 റൺസിന് തോൽപ്പിച്ചാണ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 2023 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കൾ ബാഴ്സലോണ. 2023 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കൾ ബാഴ്സലോണയാണ്. 2023 മലേഷ്യ ഓപ്പൺ ബാഡ്മിൻ്റണിലെ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് വിക്ടർ ആക്സൽസൺ. 2023 മലേഷ്യൻ ഓപ്പൺ ബാഡ്മിൻ്റണിലെ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് വിക്ടർ ആക്സൽസൺ ആണ്. വിക്ടർ ആക്സൽസൺ ഡെൻമാർക്ക് താരമാണ്. വനിതാ താരം സിംഗിൾസ് കിരീടം നേടിയത് അക്കാനെ യമഗുച്ചി. അക്കാനെ യമഗുച്ചിയാണ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത്. 2023 മലേഷ്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ വിഭാഗം സിംഗിൾസ് ആണെങ്കിൽ വിക്ടർ ആക്സൽസൺ, വനിതാ വിഭാഗമാണെങ്കിൽ അക്കാനെ യമഗുച്ചി. 2023 മലേഷ്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ. 2023 ജനുവരി 15 ഗൂഗിൾ ഡ്യൂഡിലൂടെ ആദരിച്ച ഇന്ത്യൻ ഗുസ്തി താരം ഗഷബ ദാദാ സാഹേബ്. ഗഷബ ദാദാ സാഹേബ് ഒരു ദാദയാണ് ഗൂഗിളിലൂടെ 2023 ജനുവരി 15 ആദരിച്ചെന്നല്ല നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ പറയുകയാണെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പീറ്റർ പവൽ. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പീറ്റർ പവലാണ്. US-ലെ ക്നാസിസ് സെനറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ഉഷ റെഡ്ഡിയാണ്. US-ലെ ക്നാസാസിൽ സെനറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ഉഷ റെഡ്ഡിയാണ്. US-ലെ ഓർലിയോലാൻസിൽ നടന്ന 71ാമത് വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടിയത് ആർബണി ഗബ്രിയൽ. എന്നോട് വായിക്കുന്നു. US-ലെ ന്യൂ ഓർലാൻസിൽ നടന്ന 71ാമത് വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടിയത് ആർബണി ഗബ്രിയൽ. 2023 ജനുവരി 15 നേപ്പാളിലെ പൊഖാറയിൽ തകർന്നു വീണ യതി എയർലൈൻസിൻ്റെ വിമാനമാണ് 9N ANC ATR 72. 9N ANC ATR 72 കാഠ്മണ്ഡുവിൽ നിന്ന് പൊഖാറയിലേക്ക് പോയ വിമാനമാണ് തകർന്നു വീണത്. കാഠ്മണ്ഡുവിൽ നിന്ന് പൊഖാറയിലേക്ക് പോയ വിമാനമാണ് തകർന്നു വീണത്. നേപ്പാളിൽ 3 പതിറ്റാണ്ടിനിടെ നടക്കുന്ന ഏറ്റവും വലിയ വിമാനാപകടമാണിത്. നേപ്പാളിൽ 3 പതിറ്റാണ്ടിനിടെ നടക്കുന്ന ഏറ്റവും വലിയ വിമാനാപകടമാണിത്. 2023 ജനുവരിയിൽ രാജിവെച്ച വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂ വെൻ ഷാൻ ഫുക്. 2023 ജനുവരിയിൽ രാജിവെച്ച വിയറ്റ്നാം പ്രസിഡന്റാണ് ന്യൂ വെൻ ഷാൻ ഫുക്. അമേരിക്കയിലെ മേരിലാൻഡിലെ ലഫ്റ്റനന്റ് ഗവർണർ ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജ അരുണ മില്ലർ. അമേരിക്കയിലെ മേരിലാൻഡിലെ ലഫ്റ്റനന്റ് ഗവർണർ ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജ അരുണ മില്ലറാണ്. 75ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഛായാചിത്രം ഉൾക്കൊള്ളുന്ന സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ശ്രീലങ്ക. 75ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഛായാചിത്രം ഉൾക്കൊള്ളുന്ന സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ശ്രീലങ്ക. 2023 ജനുവരിയിൽ അമേരിക്ക അന്താരാഷ്ട്ര കുറ്റവാളി സംഘടനയുടെ 2023 ജനുവരിയിൽ അമേരിക്ക അന്താരാഷ്ട്ര കുറ്റവാളി സംഘങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ റഷ്യയിലെ അർദ്ധ സൈനിക വിഭാഗമാണ് വാഗ്നർ ഗ്രൂപ്പ്. 2023 ജനുവരിയിൽ അമേരിക്ക അന്താരാഷ്ട്ര കുറ്റവാളി സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ റഷ്യയിലെ അർദ്ധ സൈനിക വിഭാഗമാണ് വാഗ്നർ ഗ്രൂപ്പ്. ന്യൂസിലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ക്രിസ് ഹിപ്കിൻസ് ആണ്. ന്യൂസിലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ക്രിസ് ഹിപ്കിൻസ് ആണ്. 2023 ജനുവരിയിൽ നീലഫലകം ലഭിച്ച നിർമ്മിതി
ബ്രിട്ടീഷ് ഇന്ത്യൻ രാജകുമാരി സോഫിയ ദുലീപ് സിംഗിൻ്റെ സ്മരണയ്ക്കായി അവരുടെ വസതിക്കാണ് ലഭിച്ചത്. 2023 ജനുവരിയിൽ നീലഫലകം ലഭിച്ച നിർമ്മിതി ബ്രിട്ടീഷ് ഇന്ത്യൻ രാജകുമാരി സോഫിയ ദുലീപ് സിംഗിൻ്റെ സ്മരണയ്ക്കായി അവരുടെ വസതിക്കാണ് ലഭിച്ചത്. സിഖ് സാമ്രാജ്യത്തിൻ്റെ അവസാന ഭരണാധികാരിയായിരുന്ന മഹാരാജ ദുലീപ് സിംഗിൻ്റെ മകളും വിക്ടോറിയ രാജ്ഞിയുടെ ദത്തുപുത്രിയുമാണ് സോഫിയ രാജകുമാരി. പ്രമുഖ കെട്ടിടങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യത്തെ മാനിക്കാൻ ഇംഗ്ലീഷ് ഹെറിറ്റേജ് ചാരിറ്റി നടത്തുന്ന പദ്ധതിയാണ് നീലഫലക പദ്ധതി. 2023 ജനുവരിയിൽ നീലഫലകം ലഭിച്ച നിർമ്മിതിയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ രാജകുമാരി സോഫിയ ദുലീപ് സിംഗിൻ്റെ സ്മരണയ്ക്കായി അവരുടെ വസതിക്കാണ് ലഭിച്ചത്. 2023 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് അബ്ദുൽ ഫത്തേ എൽ സിസി, ഈജിപ്ഷ്യൻ പ്രസിഡന്റാണ്. 2023 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് അബ്ദുൽ ഫത്തേ എൽ സിസി, ഈജിപ്ഷ്യൻ പ്രസിഡന്റാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യമാണ് ഈജിപ്ഷ്യൻ സൈന്യം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യമാണ് ഈജിപ്ഷ്യൻ സൈന്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതൻ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതൻ. 2023 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ച ഫ്ലോട്ടുകളിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഉത്തരാഖണ്ഡാണ്. 2023 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ച ഫ്ലോട്ടുകളിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഉത്തരാഖണ്ഡാണ്. 2-ാം സ്ഥാനം കരസ്ഥമാക്കിയത് മഹാരാഷ്ട്രയാണ്. 3-ാം സ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് മാറിപ്പോയത്. 1-ാം സ്ഥാനം ഉത്തരാഖണ്ഡ്, 2-ാം സ്ഥാനം മഹാരാഷ്ട്ര, 3-ാം സ്ഥാനമാണ് ഉത്തർപ്രദേശ്. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോ ഏതാണെന്ന് ചോദിച്ചാൽ അത് നാരീശക്തിയാണ്. നാരീശക്തി. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോ നാരീശക്തി. 2023 ജനുവരിയിൽ കൊല്ലപ്പെട്ട ഒഡീഷ ആരോഗ്യമന്ത്രി നബ കിഷോർ. 2023 ജനുവരിയിൽ കൊല്ലപ്പെട്ട ഒഡീഷ ആരോഗ്യമന്ത്രിയാണ് നബ കിഷോർ. ഒഡീഷ സംസ്ഥാനത്തെ വധിക്കപ്പെട്ട ആദ്യ മന്ത്രിയും കൂടിയാണ് നബ കിഷോർ. ഒഡീഷ സംസ്ഥാനത്തെ വധിക്കപ്പെട്ട ആദ്യ മന്ത്രി കൂടിയാണ് നബ കിഷോർ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവായി നിയമിതനായത് പങ്കജ് കുമാർ സിംഗ് ആണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവായി നിയമിതനായത് പങ്കജ് കുമാർ സിംഗ് ആണ്. ഇന്ത്യയിലെ ആദ്യ ഗെയിമിംഗ് എക്സലൻസ് സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത് ഷില്ലോങ്, മേഘാലയ. ഇന്ത്യയിലെ ആദ്യ ഗെയിമിംഗ് എക്സലൻസ് സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഷില്ലോങ്, മേഘാലയ. മാഘ് ബിഹു കൊയ്ത്തുത്സവം നടക്കുന്ന സംസ്ഥാനം ആസാമാണ്. ആസാമിലാണ് മാഘ് ബിഹു കൊയ്ത്തുത്സവം നടക്കുന്നത്. 75ാമത് ദേശീയ കരസേനാ ദിനം ആഘോഷം നടന്ന നഗരം ബാംഗ്ലൂരാണ്. 75ാമത് ദേശീയ കരസേനാ ദിനം ആഘോഷം നടന്നത് ബാംഗ്ലൂരാണ്. ഇതാദ്യമായാണ് രാജ്യ തലസ്ഥാനത്തിന് പുറത്ത് കരസേനാ ദിനം ആഘോഷിക്കുന്നത്. ഇതാദ്യമായാണ് രാജ്യ തലസ്ഥാനത്തിന് പുറത്ത് കരസേനാ ദിനം ആഘോഷിക്കുന്നത്. 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സംരക്ഷിത സസ്യം നീലക്കുറിഞ്ഞി. 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സംരക്ഷിത സസ്യമാണ് നീലക്കുറിഞ്ഞി. ഇന്ത്യയിൽ ആദ്യമായി ഏത് ഇനത്തിന് ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരിച്ചറിയൽ മാനദണ്ഡങ്ങൾ രൂപീകരിച്ചത്? ബസുമതി അരി. ഇന്ത്യയിൽ ആദ്യമായി ഏത് ഇനത്തിനാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരിച്ചറിയൽ മാനദണ്ഡങ്ങൾ രൂപീകരിച്ചതെന്ന് വെച്ചാൽ ബസുമതി അരിക്കാണ്. ഏത് രാജ്യത്തെ മികച്ച സേവനങ്ങൾക്കാണ് ഇന്ത്യൻ പീസ് കീപ്പേഴ്സ് 2023 ജനുവരിയിൽ UN മെഡൽ ലഭിച്ചത്? സൗത്ത് സുഡാനാണ്. ഏത് രാജ്യത്തെ മികച്ച സേവനങ്ങൾക്കാണ് ഇന്ത്യൻ പീസ് കീപ്പേഴ്സ് 2023 ജനുവരിയിൽ UN മെഡൽ ലഭിച്ചതെന്ന് വെച്ചാൽ സൗത്ത് സുഡാനാണ്. ടൈറ്റാനോസറസ് വിഭാഗത്തിൽപ്പെട്ട ഡൈനോസറുകളുടെ മുട്ടകൾ കണ്ടെത്തിയ ഇന്ത്യൻ പ്രദേശമാണ് നർമ്മദ താഴ്വര, മധ്യപ്രദേശ്. ടൈറ്റാനോസറസ് വിഭാഗത്തിൽപ്പെട്ട ഡൈനോസറുകളുടെ മുട്ട
കണ്ടെത്തിയ ഇന്ത്യയിലെ പ്രദേശമാണ് നർമ്മദ താഴ്വര, മധ്യപ്രദേശ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 126ാമത് ജന്മവാർഷികത്തോട് ഭാഗമായി പരംവീർ ചക്ര ബഹുമതി ലഭിച്ച 21 സൈനികരുടെ പേരുകൾ നൽകാൻ തീരുമാനിച്ച ദ്വീപുകൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ 21 ദ്വീപുകൾക്കാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 126ാമത് ജന്മാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പരംവീർ ചക്ര ബഹുമതി ലഭിച്ച 21 സൈനികരുടെ പേരുകൾ നൽകാൻ തീരുമാനിച്ച ദ്വീപുകൾ ആൻഡമാൻ നിക്കോബാറിലെ 21 ദ്വീപുകളാണ്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനാണ്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനാണ്. 2022 ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അസ്ക പോലീസ് സ്റ്റേഷനാണ്. അസ്ക പോലീസ് സ്റ്റേഷൻ ഒഡീഷയിലാണ്. 2022 ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അസ്ക പോലീസ് സ്റ്റേഷൻ ഒഡീഷയാണ്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന് നൽകിയ പുതിയ പേര് അമൃത് ഉദ്യാൻ. അമൃത് ഉദ്യാൻ എന്നാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന് നൽകിയ പുതിയ പേര്. ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ അധ്യാപകരെയും ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ഉത്തരവിട്ടത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ അധ്യാപകരെയും ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ഉത്തരവിട്ടത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. ന്യൂയോർക്ക് ടൈംസ് 2023 കണ്ടിരിക്കേണ്ട 52 വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ച സംസ്ഥാനമാണ് കേരളം. നമ്മുടെ കേരളമാണ് ന്യൂയോർക്ക് ടൈംസ് 2023 കണ്ടിരിക്കേണ്ട 52 വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ച സംസ്ഥാനം. റെസ്റ്റോറൻറ്റുകളുടെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി ഹൈജീൻ റേറ്റിംഗ് ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഹൈജീൻ റേറ്റിംഗ് ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്തിനാണ്? റെസ്റ്റോറൻറ്റുകളുടെ ശുചിത്വം ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ടാണ്. റെസ്റ്റോറൻറ്റുകളുടെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി ഹൈജീൻ റേറ്റിംഗ് ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളം. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ സർവകലാശാല കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ കുസാറ്റ്. കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയെ പ്രഖ്യാപിക്കുന്നതിന് വനം വകുപ്പ് ശുപാർശ ചെയ്ത തവളയിനമാണ് മാവേലി തവള. കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയെ പ്രഖ്യാപിക്കുന്നതിന് വനം വകുപ്പ് ശുപാർശ ചെയ്ത തവളയിനമാണ് മാവേലി തവള. രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് കൊല്ലം. രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് കൊല്ലം. കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിനം മെയ് 17 മെയ് 17 കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിനം. 2023 രജത ജൂബിലി വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് സ്ഥാപന ദിനമായ മെയ് 17 കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. 2023 രജത ജൂബിലി വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് സ്ഥാപക ദിനമായ മെയ് 17 കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്. കേരളത്തിലെ ആദ്യ LNG പ്ലാന്റുകൾ സ്ഥാപിതമായത് ചേർത്തലയും കൊച്ചുവേളിയുമാണ്. ചേർത്തല ആലപ്പുഴയും കൊച്ചുവേളി തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ LNG പ്ലാന്റുകൾ സ്ഥാപിതമായത് ചേർത്തല, കൊച്ചുവേളി. ഇൻക്ലൂസീവ് ഫൈനാൻസ് ഇന്ത്യ അവാർഡ്സ് 2022 നേടിയ കേരളത്തിൽ നിന്നുള്ള ബാങ്കാണ് ഇസാഫ്. ഇൻക്ലൂസീവ് ഫിനാൻസ് ഇന്ത്യ അവാർഡ്സ് 2022 നേടിയ കേരളത്തിൽ നിന്നുള്ള ബാങ്കാണ് ഇസാഫ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലവേറ്റഡ് ഹൈവേ നിലവിൽ വരുന്നത് അരൂറാണ്. അരൂരിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ നിലവിൽ വരുന്നത്. 12.75 കിലോമീറ്ററാണ് നീളം. 2023 ജനുവരിയിൽ കേരളത്തിൽ നോറോ വൈറസ് സ്ഥിരീകരിച്ച ജില്ല എറണാകുളമാണ്. 2023 ജനുവരിയിൽ കേരളത്തിൽ നോറോ വൈറസ് സ്ഥിരീകരിച്ച ജില്ല എറണാകുളമാണ്. നോറോയിൽ റായുണ്ട്, എറണാകുളത്തിലും റായുണ്ട്, അങ്ങനെ കണക്ട് ചെയ്യുക. 2023 ജനുവരിയിൽ കേരളത്തിൽ നോറോ വൈറസ് സ്ഥിരീകരിച്ച ജില്ല എറണാകുളം.
മലബാർ ദേവസ്വം ബോർഡിൻ്റെ 8ാമത് പ്രസിഡന്റായി ചുമതലയേറ്റത് M.R. മുരളിയാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ 8ാമത് പ്രസിഡന്റായി ചുമതലയേറ്റത് M.R. മുരളിയാണ്. രാഷ്ട്രപതിയുടെ ഉന്നത സൈനിക ബഹുമതിയായ പരംവിശിഷ്ട സേവാ മെഡൽ നേടിയ മലയാളി ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർ. രാഷ്ട്രപതിയുടെ ഉന്നത സൈനിക ബഹുമതിയായ പരംവിശിഷ്ട സേവാ മെഡൽ നേടിയ മലയാളി ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർ. ചിത്രശില്പ കലാരംഗത്തുള്ളവർക്ക് കേരള ലളിതകലാ അക്കാദമി നൽകുന്ന ഫെലോഷിപ്പ് അർഹരായവരാണ് പ്രഭാവതി മേപ്പയിലും ഷിബു നടേശനും. ഒന്നുകൂടെ പറയാം. ചിത്രശില്പ കലാരംഗത്തുള്ളവർക്ക് കേരള ലളിതകലാ അക്കാദമി നൽകുന്ന ഫെലോഷിപ്പ് അർഹരായവരാണ് പ്രഭാവതി മേപ്പയിൽ ഷിബു നടേശനും. 26ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് വേദിയാവുന്ന സംസ്ഥാനം കർണാടകയാണ്. 26ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് വേദിയാവുന്ന സംസ്ഥാനമാണ് കർണാടക. 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റ് ജെഫ് ബെക്ക് 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റാണ് ജെഫ് ബെക്ക്. 8 തവണ ഗ്രാമി പുരസ്കാരവും 2 തവണ റോക്ക് ആൻഡ് റോൾ ഹോൾ ഓഫ് ഫെയിം ലഭിച്ചിട്ടുണ്ട്. 8 തവണ ഗ്രാമി പുരസ്കാരവും 2 തവണ റോക്ക് ആൻഡ് റോൾ ഹോൾ ഓഫ് ഫെയിം ലഭിച്ചിട്ടുണ്ട്. 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റാണ് ജെഫ് ബെക്ക്. 8 തവണ ഗ്രാമി പുരസ്കാരവും 2 തവണ റോക്ക് ആൻഡ് റോൾ ഹോൾ ഓഫ് ഫെയിം ലഭിച്ചിട്ടുള്ള ആളാണ് ജെഫ് ബെക്ക്. 2023 നിള ദേശീയ നൃത്ത സംഗീതോത്സവത്തിന് വേദിയായത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയാണ്. 2023 നിള ദേശീയ നൃത്ത സംഗീതോത്സവത്തിന് വേദിയായത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയാണ്. കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക മ്യൂസിയം സ്ഥാപിതമായത് പുതുശ്ശേരിയിലാണ്. കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക മ്യൂസിയം സ്ഥാപിതമായത് പുതുശ്ശേരിയിലാണ്. 2023 സ്വാതി തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് പി ജയചന്ദ്രൻ. 2023 സ്വാതി തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് പി ജയചന്ദ്രനാണ്. 2023 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. ആദ്യമായി ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടുന്ന ഇന്ത്യൻ ചിത്രം RRR ആണ്. ചിത്രത്തിൻ്റെ സംവിധായകൻ SS രാജമൗലിയാണ് RRRൻ്റെ സംവിധായകൻ. ചിത്രത്തിലെ നാട്ടു നാട്ടു എന്ന ഗാനത്തിന് ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിലാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആദ്യമായാണ് ഒരു ഏഷ്യൻ ഗാനത്തിന് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിക്കുന്നത്. പുരസ്കാരം ഏറ്റുവാങ്ങിയത് കീരവാണി. ഗാനത്തിന് സംഗീതം നൽകിയത് കീരവാണിയാണ്. ഗാനത്തിൻ്റെ രചയിതാവ് ചന്ദ്രബോസാണ്. RRR ആ സോങ്ങിൻ്റെ രചയിതാവ് ചന്ദ്രബോസാണ്. ഗായകർ കാലഭൈരവ, രാഹുൽ സിപ്ലിഗുഞ്ചുവും കാലഭൈരവയാണ് ഗായകർ. യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയുടെ ഔദ്യോഗിക വസതിയായ മരീൻസ്കി കൊട്ടാരത്തിന് മുമ്പിലാണ് ഗാനം ചിത്രീകരിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയുടെ ഔദ്യോഗിക വസതിയായ മരീൻസ്കി കൊട്ടാരത്തിന് മുമ്പിലാണ് ഗാനം ചിത്രീകരിച്ചത്. 95ാമത് ഓസ്കാർ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ അന്തിമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയുടെ ചിത്രങ്ങളാണ് RRR, ഓൾ ദാറ്റ് ബ്രീത്ത്സ്, എലിഫന്റ് വിസ്പേഴ്സ്. 95ാമത് ഓസ്കാർ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ അന്തിമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയുടെ ചിത്രങ്ങളാണ് RRR, ഓൾ ദാറ്റ് ബ്രീത്ത്സ്, എലിഫന്റ് വിസ്പേഴ്സ്. 28ാം ക്രിട്ടിക്സ് ചോയ്സ് പുരസ്കാരത്തിൽ മികച്ച വിദേശ ഭാഷാ ചിത്രം, മികച്ച ഗാനം എന്നീ വിഭാഗത്തിലും പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യൻ ചിത്രം കൂടിയാണ് RRR. സംവിധാനം SS രാജമൗലി. 28ാമത് ക്രിട്ടിക്സ് ചോയ്സ് പുരസ്കാരത്തിൽ മികച്ച വിദേശ ഭാഷാ ചിത്രം, മികച്ച ഗാനം എന്നീ വിഭാഗത്തിൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം കൂടിയാണ് RRR. സംവിധാനം SS രാജമൗലി. ലോകത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയ ചിത്രമാണ് അവതാർ ദ വേ ഓഫ് വാട്ടർ. സംവിധാനം ജെയിംസ് കാമറൂൺ ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയ ചിത്രമാണ് അവതാർ ദ വേ ഓഫ് വാട്ടർ. സംവിധാനം ജെയിംസ് കാമറൂൺ ആണ്. മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗോപിനാഥ് മുതുകാടാണ്.
മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗോപിനാഥ് മുതുകാടാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് സേതു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ചോദിച്ച സേതു. 8ാമത് കനയ്യല്ലായി സേട്ടിയ കാവ്യ പുരസ്കാരത്തിന് അർഹനായത് കെ സച്ചിദാനന്ദൻ. 8ാമത് കനയ്യലാൽ സേട്ടിയ കാവ്യ പുരസ്കാരത്തിന് അർഹനായത് കെ സച്ചിദാനന്ദനാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 മികച്ച കഥ നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ഇ എൻ ഷീജയാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 മികച്ച കഥ നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത്. ഷീജയുടെ കൃതിയാണ് അമ്മ മണമുള്ള കനിവുകൾ. ഇ എൻ ഷീജയുടെ കൃതിയാണ് അമ്മ മണമുള്ള കനിവുകൾ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 മികച്ച കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് മനോജ് മണിയൂറാണ്. മികച്ച കഥാ നോവൽ വിഭാഗത്തിലാണെങ്കിൽ ഷീജ അമ്മ മണമുള്ള കനിവുകൾ. മികച്ച കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് മനോജ് മണിയൂറാണ്. കൃതി ചിമ്മിനിവട്ടമാണ്. 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വിവർത്തകനാണ് ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖി, എൻ്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു, പാത്തുമ്മേൻ്റെ ആട്, തകഴി ശിവശങ്കരപ്പിള്ളയുടെ തോട്ടിയുടെ മകൻ തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ സാഹിത്യകാരനാണ് ആര്? റൊണാൾഡ് ഇ ആഷർ. 1983 മലയാളത്തിലെ വിശിഷ്ട സേവനങ്ങൾക്കായി കേരള സാഹിത്യ അക്കാദമി സ്വർണ്ണ മെഡൽ നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ റൊണാൾഡ് ഇ ആഷർ 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വിവർത്തകനാണ്. 2023 ജനുവരിയിൽ അന്തരിച്ച ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന വിശേഷണമുണ്ടായിരുന്ന വ്യക്തി ആന്ദ്രേ ലൂസി റാൻഡൻ. 118 വയസ്സായിരുന്നു. 2021 ജനുവരിയിൽ അന്തരിച്ച ലോകത്ത് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന വിശേഷണമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആന്ദ്രേ ലൂസി റാൻഡൻ. 118 വയസ്സായിരുന്നു. കോവിഡിനെ അതിജീവിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് ആന്ദ്രേ. സ്പെയിനിലെ അമേരിക്കൻ വംശജയായ മരിയ ബ്രണ്യാസ് മൊറയാണ് ഇനി ജീവിച്ചിരിക്കുന്നതിൽ പ്രായം കൂടിയ വ്യക്തി. മരിയ ബ്രണ്യാസ് മൊറയാണ് ഇനി ജീവിച്ചിരിക്കുന്നതിൽ പ്രായം കൂടിയ വ്യക്തി. 2023 ജനുവരിയിൽ അന്തരിച്ച ആസാമീസ് കവിയാണ് നീൽമണി ഫുക്കൻ. 2023 ജനുവരിയിൽ അന്തരിച്ച ആസാമീസ് കവിയാണ് നീൽമണി ഫുക്കൻ. അപ്പോൾ നീൽമണി ഫുക്കൻ ഒരു ആസാമീസ് കവിയാണ്. 1990 ഇന്ത്യ ഗവൺമെൻറ് ഇദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. 1990 നീൽമണി ഫുക്കന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. 2020 ജ്ഞാനപീഠം അവാർഡ് ജേതാവ് നീൽമണി ഫുക്കനാണ് 2020 ജ്ഞാനപീഠ അവാർഡ് ജേതാവ്. ഇദ്ദേഹം 2023 ജനുവരിയിലാണ് അന്തരിച്ചത്. ആസാമീസ് കവിയാണ്. 2023 ജനുവരിയിൽ അന്തരിച്ച ഭാഷാ പണ്ഡിതൻ പ്രൊഫസർ റോഡ്നി മോഗ്. 2023 ജനുവരിയിൽ അന്തരിച്ച ഭാഷാ പണ്ഡിതനാണ്. 1981 ടെക്സ് സർവകലാശാലയിൽ മലയാള ഭാഷാ പഠന കേന്ദ്രം സ്ഥാപിച്ചു. 2004 വിരമിക്കുകയും അവിടെ മലയാളം അധ്യാപകനുമായിരുന്നു പ്രൊഫസർ റോഡ്മി മോഗ്. 2023 ജനുവരിയിൽ അന്തരിച്ച ഭാഷാ പണ്ഡിതനാണ് പ്രൊഫസർ റോഡ്മി മോഗ്. 2023 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ വാസ്തുവിദ്യാരംഗത്തെ കുലപതിയാണ് ബി വി ദോഷി. 2023 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ വാസ്തുവിദ്യാ രംഗത്തെ കുലപതിയാണ് ബി വി ദോഷി. വാസ്തുവിദ്യാരംഗത്തെ നോബൽ എന്നറിയപ്പെടുന്ന പ്രിറ്റ്സർ പുരസ്കാരം 2018 കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യക്കാരനാണ് ബി വി ദോഷി. 2020 ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് നൽകുന്ന റോയൽ ഗോൾഡ് മെഡൽ പുരസ്കാരം നേടി. പത്മശ്രീ 1976 ലഭിച്ചു. പത്മഭൂഷൺ 2020 ലഭിച്ചു. ഇത്രയും ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്.
അപ്പോൾ 2021 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ വാസ്തുവിദ്യാരംഗത്തെ കുലപതി BV ദോഷി. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് സൂചിക 2023 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 85 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ റാങ്ക്. ഒന്നാം റാങ്കിൽ ജപ്പാനും രണ്ടാം റാങ്കിൽ സിംഗപ്പൂരുമാണ്. 2023 പ്രകാരം 85 റാങ്ക് ഇന്ത്യക്ക്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2022 ഇന്ത്യയിൽ ഏറ്റവും മലിനമായ നഗരം ഡൽഹിയാണ്. 2022 ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം. ഒഫീഷ്യൽ എയർലൈൻ ഗൈഡിൻ്റെ പങ്ക്ച്വാലിറ്റി ലീഗ് 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൃത്യനിഷ്ഠതയുള്ള 20 വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ വിമാനത്താവളമാണ് കോയമ്പത്തൂർ വിമാനത്താവളം. റാങ്ക് 13. അപ്പോൾ കോയമ്പത്തൂർ വിമാനത്താവളം കൃത്യനിഷ്ഠതയുള്ള 20 വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ വിമാനത്താവളമാണ് കോയമ്പത്തൂർ വിമാനത്താവളം. ഒന്നാം സ്ഥാനം നേടിയത് ഒസാക്ക ഇൻ്റർനാഷണൽ എയർപോർട്ട്, ജപ്പാനാണ്. ഏറ്റവും കൃത്യനിഷ്ഠതയുള്ള 20 എയർലൈനുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ എയർലൈൻ ഏതാണെന്ന് വെച്ചാൽ ഇൻഡിഗോ ആണ്. എയർലൈൻ ഏതാണെന്ന് വെച്ചാൽ ഇൻഡിഗോ. എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ കോയമ്പത്തൂർ. ഇൻഡിഗോ 15ാം റാങ്ക്, എയർപോർട്ട് കോയമ്പത്തൂർ വിമാനത്താവളം 13ാം റാങ്ക്. സസ്റ്റൈനബിൾ ഗ്രീൻഫീൽഡ് അവാർഡ് മികച്ച എയർപോർട്ട് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഗോവ. സസ്റ്റൈനബിൾ ഗ്രീൻഫീൽഡ് അവാർഡ് മികച്ച എയർപോർട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത് മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഗോവ. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ വാഹന വിപണിയായി മാറിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ ഇപ്പോൾ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ വാഹന വിപണിയായി മാറിയിരിക്കുകയാണ്. മൊബൈൽ ഇൻ്റർനെറ്റ് വേഗതയിൽ ലോകത്ത് 1ാമതെത്തിയ രാജ്യം ഖത്തറാണ്. മൊബൈൽ ഇൻ്റർനെറ്റ് വേഗതയിൽ രാജ്യത്ത് 1ാമതെത്തിയ രാജ്യം ഖത്തറാണ്. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിസമ്പന്നരായ താരങ്ങളുടെ പട്ടികയിൽ ഷാരൂഖ് ഖാൻ്റെ സ്ഥാനം 4ാം സ്ഥാനമാണ്. ഷാരൂഖ് ഖാൻ്റെ സ്ഥാനം 4ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ജെറി സെയിൻ ഫീൽഡ്, 2ാം സ്ഥാനം ടൈലർ പെറി, 3ാം സ്ഥാനം ഡ്വെയ്ൻ ജോൺസൺ. 4ാം സ്ഥാനമാണ് ഷാരൂഖ് ഖാൻ. നാസയുടെ ദൂരദർശിനിയായ ജെയിംസ് വെബ് 2023 ജനുവരിയിൽ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ വലിപ്പമുള്ള ഗ്രഹം LHS 475. LHS 475 ഭൂമിക്ക് സമാനമായ ഗ്രഹം LHS 475. ഇന്ത്യയിലെ ആദ്യ സോളാർ കാറാണ് EVA. ഇന്ത്യയിലെ ആദ്യ സോളാർ കാറാണ് EVA. കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഫാസ്റ്റ് പെട്രോളിംഗ് വെസൽ പരമ്പരയിലെ അവസാനത്തെ കപ്പലാണ് കമല ദേവി. കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഫാസ്റ്റ് പെട്രോളിംഗ് വെസൽ പരമ്പരയിലെ അവസാനത്തെ കപ്പലാണ് കമലാദേവി. ചരക്ക് വണ്ടികൾ നിർമ്മിച്ചു നൽകുന്നതിന് ഇന്ത്യൻ റെയിൽവേയുടെ 26,000 കോടിയുടെ കരാർ സ്വന്തമാക്കിയ ജർമ്മൻ കമ്പനിയാണ് സീമെൻസ്. ചരക്ക് വണ്ടികൾ നിർമ്മിച്ചു നൽകുന്നതിന് ഇന്ത്യൻ റെയിൽവേയുടെ 26,000 കോടി കരാർ സ്വന്തമാക്കിയ ജർമ്മൻ കമ്പനിയാണ് സീമെൻ. ദേശീയ സ്റ്റാർട്ടപ്പ് അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പാണ് ഐറോബ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ദേശീയ സ്റ്റാർട്ടപ്പ് അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പാണ് ഐറോബ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മെൻറ്റർഷിപ്പിനായി ആരംഭിക്കുന്ന പോർട്ടലാണ് മാർഗ്. മെൻറ്റർഷിപ്പ്, അഡ്വൈസറി, അസിസ്റ്റൻസ്, റിസലൻസ് ആൻഡ് ഗ്രോത്ത്. മാർഗ് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മെൻറ്റർഷിപ്പിനായി ആരംഭിക്കുന്ന പോർട്ടലാണ് മാർഗ്. സ്റ്റാർട്ടപ്പിനായി ഒരു മാർഗം. മദ്രാസ് IITയുടെയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെയും സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന സംരംഭമായ ജെൻകെ ഓപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബാറോസ്. മദ്രാസ് IITയുടെയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെയും സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന സംരംഭമായ ജെൻടെക് ഓപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബാറോസ്. ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്ത മൂക്കിലൂടെ നൽകുന്ന കോവിഡ് പ്രതിരോധ വാക്സിൻ ആണ് ഇൻകോവാക് BV154. ഇൻകോവാക് BBV154. ഇൻകോവാക് BBV154.
2023 ജനുവരിയിൽ രാഷ്ട്രത്തിന് സമർപ്പിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട 5ാം അന്തർവാഹിനിയാണ് INS വാഗീർ. 2023 ജനുവരിയിൽ രാഷ്ട്രത്തിന് സമർപ്പിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട 5ാമത്തെ അന്തർവാഹിനിയാണ് INS വാഗീർ. പ്രതിരോധ മേഖലയിൽ ആത്മനിർഭാരതിൻ്റെ ഭാഗമായി തദ്ദേശീയമായി മാസഗോൺ കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച അന്തർവാഹിനിയാണ് INS വാഗീർ. നാവികസേനയുടെ പ്രൊജക്റ്റ് 75ൻ്റെ ഭാഗമായാണ് INS വാഗീർ നിർമ്മിച്ചത്. പ്രൊജക്റ്റ് 75ൻ്റെ ഭാഗമായിട്ടാണ് INS വാഗീർ നിർമ്മിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന വാഗീർ സാൻഡ് മത്സരത്തിൻ്റെ പേരാണ് അന്തർവാഹിനിക്ക് നൽകിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന വാഗീർ സാൻഡ് മത്സ്യത്തിൻ്റെ പേരാണ് അന്തർവാഹിനിക്ക് നൽകിയത്. അപ്പോൾ വാഗീർ സാൻഡ് എന്നൊരു മത്സ്യത്തിൻ്റെ പേരാണ് അന്തർവാഹിനിക്ക് നൽകിയത്. ഇന്ത്യയിലെ ആദ്യ 5G ഡ്രോണ് സ്കൈ ഹോക്ക്. IG ഡ്രോൺസ് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനമാണ് സ്കൈഹോക്ക് ഡ്രോണുകൾ നിർമ്മിച്ചത്. IG ഡ്രോൺ എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനമാണ് സ്കൈഹോക്ക് എന്ന ഡ്രോണുകൾ നിർമ്മിച്ചത്. 8ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദി ഭോപ്പാൽ മധ്യപ്രദേശ്. 8ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായത് ഭോപ്പാൽ മധ്യപ്രദേശ്. 2023 ജനുവരിയിൽ തിരുവനന്തപുരത്തെ മൃഗശാലയിലെ മൃഗങ്ങൾക്ക് ബാധിച്ച ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി മൈക്കോബാക്ടീരിയം ബോവിസ് ആണ്. 2023 ജനുവരിയിൽ തിരുവനന്തപുരത്തെ മൃഗശാലയിൽ മൃഗങ്ങൾക്ക് ബാധിച്ച ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരിയാണ് മൈക്കോബാക്ടീരിയം ബോവിസ്. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്രൊജക്റ്റ് നിലവിൽ വന്ന സംസ്ഥാനം ചണ്ഡീഗഡ്. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്രൊജക്റ്റ് നിലവിൽ വന്ന സംസ്ഥാനം ചണ്ഡീഗഡ്. ബാങ്ക് ഓഫ് ബറോഡ സൈനികർക്ക് വേണ്ടി അവതരിപ്പിച്ച ക്രെഡിറ്റ് കാർഡ് വിക്രം ക്രെഡിറ്റ് കാർഡ്. ബാങ്ക് ഓഫ് ബറോഡ സൈനികർക്ക് വേണ്ടി അവതരിപ്പിച്ച ക്രെഡിറ്റ് കാർഡാണ് വിക്രം ക്രെഡിറ്റ് കാർഡ്. ഇന്ത്യൻ സൈന്യത്തെ ആയോധന കലകൾ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ആർമി മാർഷൽ ആർട്സ് റൂട്ടീൻ. UN-ന്റെ 2023 വേൾഡ് ഹാബിറ്ററ്റ് അവാർഡ് വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഒഡീഷയിലെ പദ്ധതിയാണ് ജാഗ മിഷൻ. UN-ന്റെ 2023 വേൾഡ് ഹാബിറ്ററ്റ് അവാർഡ് വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഒഡീഷയിലെ പദ്ധതിയാണ് ജാഗ മിഷൻ. ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ആഗ്. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ കേന്ദ്രം ഒരുക്കുന്ന പോർട്ടൽ സംവിധാനമാണ് യുവിൻ. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ കേന്ദ്രം ഒരുക്കിയ പോർട്ടൽ സംവിധാനമാണ് യുവിൻ. പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം തടയാൻ സംസ്ഥാന സർക്കാരും വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരും വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. അഭയാർത്ഥികൾക്ക് വേണ്ടി വെൽക്കം കോപ്സ് എന്ന പദ്ധതി ആരംഭിച്ച രാജ്യമാണ് അമേരിക്ക. അഭയാർത്ഥികൾക്ക് വേണ്ടി വെൽക്കം കോപ്സ് എന്ന പദ്ധതി ആരംഭിച്ച രാജ്യമാണ് അമേരിക്ക. അഭ്യസ്തവിദ്യരായ പട്ടിക വിഭാഗക്കാർക്കായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് ട്രേസ്. ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് എന്നാണ് ട്രേസിൻ്റെ പൂർണ്ണരൂപം. അഭ്യസ്തവിദ്യരായ പട്ടിക വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ട്രേസ്. സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജുകളിലുമെല്ലാം ഒറ്റ സോഫ്റ്റ്വെയറിൻ്റെ കുടക്കീഴിലാക്കുന്ന പദ്ധതിയാണ് കെ-റീപ്പ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളിലും എല്ലാം ഒറ്റ സോഫ്റ്റ്വെയറിൻ്റെ കീഴിലാക്കുന്ന പദ്ധതിയാണ് കെ-റീപ്പ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെയും ഗാനിമീഡ്, കാലിസ്റ്റോ, യൂറോപ്പ എന്നിവയുൾപ്പെടെ 3 ഉപഗ്രഹങ്ങളെയും സമഗ്രമായി പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മിഷനാണ് ജ്യൂസ്. ജൂപ്പിറ്റർ IC മൂൺസ് എക്സ്പ്ലോറർ എന്നാണ് ജ്യൂസിൻ്റെ പൂർണ്ണരൂപം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മിഷനാണ് ജ്യൂസ്. വ്യാഴത്തെയും ഗാനിമീഡ്, കാലിസ്റ്റോ, യൂറോപ്പ എന്നിവയുൾപ്പെടുന്ന 3 ഉപഗ്രഹങ്ങളെയും സമഗ്രമായി പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മിഷനാണ് ജ്യൂസ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള 21ാമത് സൈനിക അഭ്യാസമാണ് വരുണ.
21ാമത് സൈനികാഭ്യാസമാണ് വരുണ. ഇന്ത്യയും ഈജിപ്തും തമ്മിൽ നടക്കുന്ന ആദ്യ സംയുക്ത സൈനികാഭ്യാസമാണ് സൈക്ലോൺ 1. ഇന്ത്യയും ഈജിപ്തും തമ്മിൽ നടക്കുന്ന ആദ്യ സംയുക്ത സൈനികാഭ്യാസമാണ് സൈക്ലോൺ 1. സൈക്ലോൺ 1ന് വേദിയാവുന്നത് ജയ്സാൽമീറാണ്. സൈക്ലോൺ 1ന് വേദിയാവുന്നത് ജയ്സാൽമീറാണ്. 2023 ജനുവരിയിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിൽ ഇന്ത്യൻ നേവി സംഘടിപ്പിച്ച സൈനികാഭ്യാസമാണ് AMPHEX 2023. ആംപെക്സ് 2023. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിൽ ഇന്ത്യൻ നേവി സംഘടിപ്പിച്ച സൈനികാഭ്യാസമാണ് ആംപെക്സ് 2023. AMPHEX ആംപെക്സ് 2023. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിൽ ഇന്ത്യൻ നേവി സംഘടിപ്പിച്ച സൈനികാഭ്യാസമാണ്. 2023 ജനുവരി മുതൽ മാർച്ച് വരെ നീളുന്ന ഇന്ത്യൻ നേവിയുടെ സൈനികാഭ്യാസമാണ് പ്രോഫെക്സ് 2023. പ്രോഫെക്സ് 2023. 2023 ജനുവരിയിൽ ജപ്പാനിൽ നടന്ന ജപ്പാൻ ഇന്ത്യ സംയുക്ത സൈനികാഭ്യാസമാണ് വീർ ഗാർഡിയൻ 2023. വീർ ഗാർഡിയൻ 2023. 2023 ലോക സാമ്പത്തിക ഉച്ചകോടിക്ക് വേദിയാവുന്നത് ദാവോസ് ആണ്. ദാവോസ് സ്വിറ്റ്സർലൻഡാണ്. 2023 ലോക സാമ്പത്തിക ഉച്ചകോടിക്ക് വേദിയാവുന്നത് ദാവോസ് സ്വിറ്റ്സർലാൻഡ്. 2023 G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള വിദ്യാഭ്യാസ സമ്മേളനത്തിന് വേദിയായത് മഹാബലിപുരമാണ്. വിദ്യാഭ്യാസ സമ്മേളനത്തിന് വേദിയായത് മഹാബലിപുരം. 2023 G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള വിദ്യാഭ്യാസ സമ്മേളനത്തിന് വേദിയായത് മഹാബലിപുരം. 2023 G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ആരോഗ്യ പ്രവർത്തന സമിതിയുടെ ആദ്യ യോഗത്തിന് വേദിയായത് കോവളം. ആരോഗ്യ സമിതിയുടെ യോഗത്തിന് വേദിയായത് കോവളം. 2023 G20 സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആദ്യ പരിസ്ഥിതി സമ്മേളനത്തിൻ്റെ വേദി ബംഗളൂരു. 2023 G20 സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആദ്യ പരിസ്ഥിതി സമ്മേളനത്തിൻ്റെ വേദി ബംഗളൂരു. G20 സമ്മേളനത്തിൻ്റെ ഭാഗമായി സ്പേസ് 20 പ്രോഗ്രാമിന് വേദിയായത് ഷില്ലോങ്, മേഘാലയ. G20 സമ്മേളനത്തിൻ്റെ ഭാഗമായി സ്പേസ് 20 പ്രോഗ്രാമിന് വേദിയായത് ഷില്ലോങ്, മേഘാലയ. 2023 ഇൻ്റർനാഷണൽ സ്പേസ് കോൺഫറൻസിന് വേദിയായത് ചെന്നൈയാണ്. 2023 ഇൻ്റർനാഷണൽ സ്പേസ് കോൺഫറൻസിന് വേദിയായത് ചെന്നൈയാണ്. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാവുന്നത് ഡൽഹിയാണ്. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാകുന്നത് ഡൽഹിയാണ്. 2023 തീം യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ഇലക്ഷൻ ഇൻറ്റഗ്രിറ്റി എന്നാണ് 2023 തീം. 2023 ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ യോഗത്തിന് വേദിയാവുന്നത് ഇന്ത്യയാണ്. 2023 ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ യോഗത്തിന് വേദിയാവുന്നത് ഇന്ത്യയാണ്. 2023 അന്താരാഷ്ട്ര കരകൗശല ഉച്ചകോടിക്ക് വേദിയായത് ജാജ്പൂർ, ഒഡീഷ. ജാജ്പൂർ, ഒഡീഷയിലാണ് 2023 അന്താരാഷ്ട്ര കരകൗശല ഉച്ചകോടിക്ക് വേദിയായത്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ജനുവരി മാസത്തെ പ്രധാന ദിവസങ്ങളും അതിൻ്റെ പ്രത്യേകതകളും കൂടെ പറയുന്നത്. ജനുവരി 1 ആഗോള കുടുംബ ദിനമാണ്. ജനുവരി 2 മന്നം ജയന്തിയാണ്. ജനുവരി 9 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രവാസി ഭാരതീയ ദിവസമാണ്. ജനുവരി 10 ലോക ഹിന്ദി ദിനമാണ്. ലോക ഹിന്ദി ദിനം ജനുവരി 10. ജനുവരി 12 ദേശീയ യുവജന ദിനമാണ്. ജനുവരി 15 ദേശീയ കരസേനാ ദിനം. ജനുവരി 23 ദേശ് പ്രേം ദിവസ്. ജനുവരി 24 ദേശീയ ബാലികാ ദിനമാണ്. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. ജനുവരി 29 ദേശീയ വർത്തമാന പത്ര ദിനം. ജനുവരി 30 മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനം. ജനുവരി മാസം 2023 ഏകദേശം ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീണ്ടും കേൾക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ.